നിത്യജീവനെ കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ നിമിഷം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹം ഉള്ള ഒരു കാര്യം ഇതാണ്. ആ, ഇപ്പം നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒക്കെ ഒരു കുറച്ചുകൂടെ വർഷങ്ങൾക്കൊക്കെ മുമ്പേ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ശരിക്കും ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണോ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യമൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും ജീവിതത്തിൽ കർത്താവിനെ, ഈശോയെ അനുഭവിക്കാനായിട്ട് തുടങ്ങിയ സമയം മുതലാണ് ജീവിതത്തിനൊരു അർത്ഥമുണ്ട്, ജീവിതത്തിനൊരു മീനിങ് ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ട് തുടങ്ങിയത്. അപ്പം എനിക്കും നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം ഇതാണ്. നമ്മളൊക്കെ ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നമ്മൾ ആരും ചുമ്മാ ബൈ ചാൻസിൽ ഇവിടെ വന്നു പോയവരല്ല. ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നത്. എനിക്ക് പരിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ഒരു സെന്റൻസ് വളരെ ഇഷ്ടമുള്ള ഒരു സെന്റൻസ് ഉണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് ഇപ്രകാരമാണ്: ഈച്ച് ഓഫ് us ഈസ് ദ റിസൾട്ട് ഓഫ് എ തോട്ട് ഓഫ് ഗോഡ്. ഈച്ച് ഓഫ് us ഈസ് willed. ഈച്ച് ഓഫ് us ഈസ് loved. ആൻഡ് ഈച്ച് ഓഫ് us ഈസ് നെസസറി. ഒന്നുകൂടെ വായിക്കാവേ. ഈച്ച് ഓഫ് us ഈസ് ദ റിസൾട്ട് ഓഫ് എ തോട്ട് ഓഫ് ഗോഡ്. ഈച്ച് ഓഫ് us ഈസ് willed. ഈച്ച് ഓഫ് us ഈസ് loved. ആൻഡ് ഈച്ച് ഓഫ് us ഈസ് നെസസറി. നമ്മളൊക്കെ ദൈവത്തിന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നവരാണ്. ദൈവം തിരുമനസ്സായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നത്. ദൈവം നമ്മളെ അനന്തമായിട്ട് സ്നേഹിച്ചു. നമ്മളെല്ലാം ആവശ്യമാണ്, നമ്മളെല്ലാം നെസസറിയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പരിശുദ്ധ തിരുവചനത്തിലൂടെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും, നമ്മളൊക്കെ വളരെ വിലപ്പെട്ട വ്യക്തികളാണ്, വളരെ വാല്യുബിൾ ആണ്. അപ്പം നമുക്കറിയാം, ഒരു ഒരു ഫൗണ്ടെയിൻ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയതാണ് ശരിക്കും ഈ സൃഷ്ടപ്രപഞ്ചവും നമ്മളും ഒക്കെ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വലിയ സ്ഫോടനത്തിന്റെ റിസൾട്ട് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരിക്കും എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? നമുക്ക് ഈ ഭൂമിയിൽ വളരെ സന്തോഷത്തോടുകൂടി, വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ ചോദ്യത്തിന് നമ്മൾ എല്ലാവരും ഉത്തരം കണ്ടുപിടിക്കണം. എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? ദൈവത്തിന് എന്തെങ്കിലും എന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള ഈ ചോദ്യത്തിന് നമ്മൾ ഉറപ്പായിട്ടും ഉത്തരം കൊടുക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മളെല്ലാം സാധാരണ വാച്ച് കയ്യെ കിട്ടും. വാച്ച് കയ്യെ കിട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ സമയം നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഇപ്പം ശരിക്കും ആ വാച്ചും കൊണ്ട് നമുക്ക് സമയം മാത്രം നോക്കാനായിട്ട് പറ്റുന്നില്ല. കാണാനായിട്ട് അത്യാവശ്യം രസമൊക്കെ ഉണ്ടെന്ന് കരുതുക. പക്ഷെ ആ വാച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമയം കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് സമയം മാത്രം കാണിക്കുന്നില്ലെന്ന് കരുതുക. ശരിക്കും അതിന്റെ ആ ഒരു പർപ്പസും മീനിങ്ങും ഒക്കെ അവിടെ നഷ്ടപ്പെട്ടു, അല്ലെ? പർപ്പസും മീനിങ്ങും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പം ഇതുപോലെ നമ്മളും എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ലാതെ, ആ കാര്യം നമ്മൾ ചെയ്യാതെ ബാക്കി എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെയും ആ ഒരു വാല്യൂ, നമുക്കൊരിക്കലും മീനിങ് കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ വളരെ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയോട് ബൈ പറഞ്ഞിട്ട് കർത്താവിലേക്ക് നമുക്ക് ഒരിക്കലും പോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെല്ലാം വളരെ നെസസറിയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണുള്ളത്. ഇപ്പൊ എനിക്ക് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേനും പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് മാർട്ടിൻ ഡി പോറസിനെയാണ് ഓർമ്മ വരുന്നത്. മാർട്ടിൻ ഡി പോറസ്, വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. നമുക്കറിയാം, മാർട്ടിൻ ഡി പോറസിന്റെ അമ്മ ഒരു ആഫ്രിക്കൻ സ്ലേവ് ആയിരുന്നു. അപ്പൻ ഒരു സ്പെയിൻകാരനായിരുന്നു. വിവാഹത്തിൽ നിന്ന് പുറത്തുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് മാർട്ടിൻ ഡി പോറസ് ഒക്കെ ജനിച്ചത്. ഇപ്പം ഇതൊരു മാർട്ടിൻ ഡി പോറസ് ഒക്കെ ഒരു മിക്സഡ് റേസ് ആയതുകൊണ്ട് ചെറുപ്പം മുതലേ പുള്ളിക്കാരൻ വളരെ വിവേചനം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് വിവേചനം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു. വേണമെങ്കിൽ മാർട്ടിൻ ഡി പോറസിന് ഒക്കെ ചിന്തിക്കാമായിരുന്നു, ഓക്കെ, ആർക്കും എന്നെ വേണ്ട, ഞാന് എന്റെ മാതാപിതാക്കൾക്കോ ഒക്കെ ഭാരമാണ്, അല്ലെങ്കിൽ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ ദൈവം
എല്ലാ മനുഷ്യരെയും കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് ആ മാർട്ടിൻ ഡി പോറസിന്റെ ജീവിതം വായിക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം നൽകിയ കൃപയോട് പൂർണ്ണമായിട്ടും സഹകരിച്ചു. സമൂഹം തൊട്ടുകൂടാത്തവൻ എന്ന് മാറ്റി നിർത്തിയവനെ ദൈവം തൊട്ടു മുത്താൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാക്കി മാറ്റി. അതാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ നമ്മൾ വചനത്തിനകത്ത് വായിക്കുന്നുണ്ട്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ ഈ ഒരു ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെതിരെ വരുന്ന ഏത് കാര്യത്തെയും പരിപൂർണമായിട്ട് തോൽപ്പിക്കാനായിട്ട് കഴിയും. കാരണം സർവശക്തനായ ദൈവം, എല്ലാത്തിന്റെയും ഉടയവനായിട്ടുള്ള ദൈവമാണ് നമ്മുടെ കൂടെ. അപ്പം ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിന് ശരിക്കും മീനിങ് ഒരിക്കലും കിട്ടത്തില്ല. ശരിക്കും നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ. അതാണ് നമ്മുടെ ഈ ഭൂമിയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ശുശ്രൂഷിക്കുക. അങ്ങനെ ഈ ഭൂമിക്ക് ശേഷം ദൈവത്തോടു കൂടി ഒന്നായി ചേരുക. നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം ഇതാണ്. ഈ ഭൂമിയിൽ വെച്ച് സ്നേഹനിധിയായ ഒരു നല്ല ദൈവത്തെ അറിയുക, ആ ദൈവത്തെ സ്നേഹിക്കുക, ആ ദൈവത്തെ ശുശ്രൂഷിക്കുക, അതിനുശേഷം ദൈവത്തോടു കൂടി ഒന്നായി ചേരുക. ശരിക്കും നമ്മുടെയൊക്കെ സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ വെച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണതയിൽ എത്തുന്നത് നിത്യതയിലാണെന്നേ ഉള്ളൂ. നമ്മുടെ സ്വർഗീയ ജീവിതം ശരിക്കും ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമാകുന്നത് നിത്യതയിലാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഉള്ളിലൊരു എല്ലാവരുടെ ഹൃദയത്തില് ദൈവത്തെ തേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ദൈവം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, എല്ലാവരുടെയും ഹൃദയത്തിലും ദൈവത്തെ അന്വേഷിക്കാനായിട്ട് അവനെ പ്രാപ്തനാക്കുന്ന ഒരു കഴിവ് ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കത് ചിലപ്പോൾ അനുഭവപ്പെടുന്നത് ഒരു എംപ്റ്റീനെസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വാക്യൂം ഫീലിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ശരിക്കും ദൈവത്തെ തേടാനായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ലോകത്തിലുള്ള ഒരു കാര്യം അവനെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. പക്ഷെ പലപ്പോഴും പറ്റിപ്പോകുന്നത് നമ്മൾ ഈ ദൈവത്തെ തേടാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തെ പല പല കാര്യങ്ങളും കൂടി തേടി നമ്മൾ അതിനെ ഒന്ന് സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും, പക്ഷെ നിലനിൽക്കുന്ന ഒരു സമാധാനമോ സന്തോഷമോ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. വിശുദ്ധ സെയിന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവമേ നിന്നിൽ എത്തുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ്. ദൈവമേ നിന്നിൽ എത്തുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ്. നമുക്കറിയാം, വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതമൊക്കെ നമുക്കറിയാം. ലോകത്തിന്റെ പല സുഖങ്ങളിലും മുഴുകിയിരുന്ന വ്യക്തി പറയുകയാണ്, ദൈവമേ നിന്നിൽ എത്തുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഇപ്പം നമ്മുടെയൊക്കെ ഹൃദയം ദൈവത്തിൽ എത്തുന്നത് വരെ അസ്വസ്ഥമായിരിക്കും. അപ്പം നമുക്ക് ദൈവത്തെ തേടാം. ദൈവത്തെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം. അറിയാം, ഹൃദയത്തെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. ഈശോ പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ശരിക്കും നമുക്കെല്ലാവരും ദൈവത്തെ തേടാൻ വേണ്ടിയിട്ട് നമ്മൾ ദാഹിക്കുകയാണ്. അപ്പം ശരിക്കും വചനത്തിൽ ആശ്രയിച്ച് വചനത്തിലൂടെയും തിരുസഭയിലൂടെയും ഒക്കെ നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ആ ദൈവത്തിന്റെ അടുത്തേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിന് ഒരു പർപ്പസും മീനിങ്ങും ഒക്കെ ലഭിക്കും. നമുക്കറിയാം, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ദൈവത്തെ തേടാതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ നമ്മളിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഭയങ്കര സെൽഫിഷ് ആയിട്ടും ഒക്കെ മാറിപ്പോകും. പക്ഷെ നമ്മൾ ദൈവത്തെ തേടുമ്പോൾ നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും പേറുന്ന വ്യക്തികളാണ്, അപാരമായിട്ടുള്ള ഡിഗ്നിറ്റി നമുക്കുണ്ട്, എൻ്റെ കൂടെയുള്ളവർ എൻ്റെ സഹോദരങ്ങളാണ്, അവരെ സ്നേഹിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെയുള്ള
ബോധ്യം ദൈവത്തെ തേടുന്ന മനുഷ്യന് ലഭിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ നമുക്കറിയാം. ആ, ഒന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതുന്ന ലേഖനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആരെങ്കിലും താൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് ഒരിക്കലും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. അപ്പം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കൂദാശ ജീവിതവും ഒക്കെ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും നമ്മൾ ഈ ദൈവത്തെ കുറിച്ചുള്ള ചില തെറ്റായിട്ടുള്ള ധാരണകൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കാണും. ചിലപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതായിരിക്കും, അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, അല്ലെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അത് നമ്മളെ ഈ യഥാർത്ഥ പർപ്പസ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആ യഥാർത്ഥ പർപ്പസിൽ നിന്ന് നമ്മളെ മാറ്റി വേറെ വഴിക്ക് നമ്മളെ വിടുന്ന ചില കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പറയുന്ന കാര്യമാണ്, ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രീഡം ഇല്ല, കാരണം ദൈവം എന്റെ ഫ്രീഡത്തെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് കുറെ പേര് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് കേട്ട ഒരു ഇന്റർവ്യൂവിൽ ഒരു വ്യക്തി പറഞ്ഞതാണ്, ഞാൻ ശരിക്കും സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനായിട്ട് തുടങ്ങിയത് ദൈവവിശ്വാസം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങിയതെന്ന് ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേട്ടു. ശരിക്കും നമുക്കറിയാം, ഈ ഫ്രീഡം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൂട്ടുന്നതിനെ അല്ല ഒരിക്കലും ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മുടെ നന്മ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ആ ഒരു എബിലിറ്റി, അതാണ് ശരിക്കും ഫ്രീഡം. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ഭാരമുള്ളതല്ല. നമുക്കൊന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു ഫുട്ബോൾ മാച്ച് ശരിക്കും നമുക്ക് കളിക്കാർക്കൊക്കെ ഏറ്റവും സ്വാതന്ത്ര്യത്തോടുകൂടി എപ്പോഴാണ് കളിക്കാനായിട്ട് പറ്റുന്നത്? ആ ഫുട്ബോൾ മാച്ചിൽ ഒരു നിയമമില്ല. ഇപ്പം ചിലർക്ക് കാലും കൊണ്ട് പന്ത് തട്ടാം, അല്ലെങ്കിൽ ചിലപ്പം ചിലര് കൈ കൊണ്ട് എടുത്ത് ബോൾ കൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ചിലര് വടി കൊണ്ട് എടുത്തിട്ട് അടിക്കുകയാണ് എന്ന് കരുതുക. ഒരു നിയമവും ഇല്ല. ശരിക്കും ഫുട്ബോൾ മാച്ച് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം അതിന് നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഫ്രീഡത്തോടു കൂടി കളിക്കാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഈ ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാത്ത ഏതെങ്കിലും സിറ്റിയിലൂടെ വണ്ടി ഓടിച്ചു നോക്കുക, ശരിക്കും നമുക്ക് നല്ലപോലെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതുപോലെ ശരിക്കും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നിയമങ്ങൾ നൽകുന്നത്. നമ്മളൊരു 10 കൽപ്പന ഒന്ന് എടുത്തു നോക്കിയാൽ 10 കൽപ്പന. ആദ്യത്തെ മൂന്ന് കൽപ്പനകളും നമ്മൾ നല്ല പോലെ പാലിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ ദാഹം, ദൈവത്തെ തേടുന്ന ആ ഒരു ദാഹം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അതിനെ കൊണ്ട് സാധിക്കും. ആ കൽപ്പനകൾക്ക് പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കൽപ്പനകളൊന്നും എടുത്തു നോക്കി. അതിനുശേഷം വരുന്നത് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വളരാനായിട്ട്, ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് സാധിക്കും. അപ്പം ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഫ്രീഡം റെസ്ട്രിക്റ്റ് ആവുന്നില്ല. ശരിക്കും നമുക്ക് നല്ലപോലെ ജീവിക്കാനായിട്ടാണ് ശരിക്കും സാധിക്കുന്നത്. വേറൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഞാനിപ്പം ഈ പറയുന്ന കാര്യങ്ങള്, ദൈവത്തെക്കുറിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില തെറ്റായിട്ടുള്ള ധാരണകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നതായിരിക്കും. അപ്പം നമ്മുടെയൊക്കെ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനോ, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പലരും അങ്ങനെ കാണത്തില്ലെങ്കിലും നമ്മുടെയൊക്കെ ഇഷ്ടം പോലെ ചെറുപ്പക്കാരിലും കുട്ടികളിലും ഒക്കെ ഇങ്ങനത്തെ ചിന്തകൾ ഒരുപാടുണ്ട്. കാരണം നമ്മൾ കാണുന്ന ഈ സിനിമയിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ആശയങ്ങൾ പിള്ളേരുടെ ഒക്കെ മനസ്സിലേക്കുണ്ട്. അപ്പം നമ്മുടെയൊക്കെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പക്ഷെ ഇത് സഹായിക്കും. വേറൊരു കാര്യമാണ്, എന്തുകൊണ്ട് നമ്മളെല്ലാം ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും ദൈവത്തെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നരകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെ? സ്നേഹനിധിയായിട്ടുള്ള ഒരു ദൈവം ഇത്ര സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ദൈവം മനുഷ്യരെ നരകത്തിലേക്ക് വിടുന്നത്? അപ്പം വളരെ ക്രൂരനായിട്ടുള്ള ദൈവം എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാര് നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പം നമ്മുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം കാണുമായിരിക്കും, ദൈവം ഇത്ര ക്രൂരനാണോ? ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇന്ന് ഇവൻ ഈ തെറ്റ് ചെയ്തു, ഇന്ന് ഇവനെ നമുക്ക് നരകത്തിലേക്ക് വിടാം, അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ദൈവം അങ്ങനല്ല.
അങ്ങനെയല്ല. ദൈവം ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വചനത്തിനകത്ത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി, ദൈവം നമുക്ക് എല്ലാവർക്കും ഫ്രീഡം തന്നിട്ടുണ്ട്. ഫ്രീഡം, നമുക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്, നമുക്ക് ദൈവത്തെ നിഷേധിക്കാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് എനിക്ക് ദൈവത്തെ വേണ്ട എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം അവന്റെ ഫ്രീഡത്തെ റെസ്പെക്ട് ചെയ്യും. അവന്റെ ഫ്രീഡത്തെ റെസ്പെക്ട് ചെയ്യും. ഇപ്പം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് പറയുകയാണ് എനിക്ക് ദൈവത്തെ വേണ്ട, എനിക്ക് ഈശോയിൽ നിന്നുള്ള രക്ഷ വേണ്ട. അപ്പം അവൻ ആ ഒരു എന്താണ് പാപാവസ്ഥയിൽ ദൈവത്തെ നിഷേധിച്ച് മരിക്കുമ്പോൾ അവന്റെ തീരുമാനത്തെ ദൈവം അവിടെ റെസ്പെക്ട് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. ദൈവം ഒരിക്കലും അവനെ നരകത്തിലേക്ക് വിടുകയല്ല. അവൻ സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്, പരിപൂർണമായിട്ടും ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ദൈവം സൃഷ്ടിച്ച ഒരു സ്ഥലമല്ല ഈ നരകം എന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇപ്പം ഞാൻ ഇപ്രകാരം വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തികളെല്ലാം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ. ഈ നരകത്തിലേക്ക് നരകം തെരഞ്ഞെടുക്കുന്ന വ്യക്തികളോട് ദൈവം പറയുകയാണ്, നിന്റെ ഹിതം നിറവേറട്ടെ. നിന്റെ ഹിതം, നീ ആഗ്രഹിച്ചത് എന്നിൽ നിന്നും മാറി നിൽക്കാനല്ലേ, ഞാൻ നിന്റെ ഫ്രീഡത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പം ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു മനുഷ്യനെയും നരകത്തിലേക്ക് വിടാനായിട്ടോ ശിക്ഷിക്കാനായിട്ടോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിരന്തരം ദൈവം നമുക്ക് കൃപകൾ നൽകാനും നമ്മളെ വീണ്ടെടുക്കാനും അനുതാപത്തിലേക്ക് നമ്മളെ എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലവനായിട്ടുള്ള ദൈവമാണ് നമുക്കുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കും, ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്റെ മാത്രം പ്രാർത്ഥന കേൾക്കാത്തത്? അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ലോ, പക്ഷെ നീ എനിക്കൊന്നും തരുന്നില്ലല്ലോ. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ മാത്രമാണല്ലോ ദൈവം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പതിയെ നമ്മൾ വിചാരിക്കും, ഓ ദൈവം ഒന്നുമില്ല, ശരിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല എന്നുള്ള പതിയെ നമ്മൾ പോലും അറിയാതെ നമ്മള് ഇങ്ങനെ ചിന്തിച്ചു പോകും. അവസാനം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടോ ആ ഒരു പർപ്പസിൽ നിന്ന് നമ്മളൊക്കെ വഴിമാറിപ്പോകും. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം മുന്നിൽ കാണുന്നത് ഞാൻ അവസാനം പറഞ്ഞല്ലോ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്, നിത്യജീവനാണ്, ദൈവവുമായിട്ടുള്ള ആ പരിപൂർണമായിട്ടുള്ള ഐക്യം. ആ ഐക്യത്തിലേക്ക് നമ്മളെ വളർത്തുന്നതാണ് ശരിക്കും സഹനം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സഹനം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ശരിക്കും ഈ നമ്മൾ സഹിക്കുമ്പോൾ ഈശോയുടെ സഹനത്തിലേക്ക് നമുക്കൊരു ഇൻവിറ്റേഷൻ ലഭിക്കുകയാണ്. ഈശോയുടെ സഹനത്തിലേക്ക്, ഈശോയുടെ പീഡാസഹനങ്ങളിലേക്ക് നമുക്കൊരു പങ്ക് ലഭിക്കുകയാണ്, അല്ലെ? നമ്മൾ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈശോയെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഈശോ വഹിച്ച കുരിശിന്റെ ഭാരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം എന്നും നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. ഈശോയുടെ സഹനത്തിൽ നമ്മളെ പങ്കു ചേർക്കുകയാണ്. അപ്പം ശരിക്കും ഈ സഹനം എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ ആണ്. ഈ സഹനം വഴി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വളരുന്നുണ്ട്. ഇപ്പം സഹനത്തിലായിരിക്കും. ഇപ്പം ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ വ്യക്തി പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് ആ വ്യക്തി ഒരു മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീണിട്ട് ആ വ്യക്തി കംപ്ലീറ്റ് ഇങ്ങനെ കിടപ്പിലായിപ്പോയി. ആ വ്യക്തി പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ഈ സഹനമാണ്. കാരണം ഈ ഒരു സമ്മാനം എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നല്ലവനായ ദൈവത്തെ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ തിരിച്ചറിയത്തില്ലായിരുന്നു, ഒരിക്കലും ഞാൻ എന്റെ ദൈവത്തെ കണ്ടുമുട്ടത്തില്ലായിരുന്നു എന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. അപ്പോഴ് ഈ സഹനം നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. സഹനം ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് നമ്മളെ വളർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സഹനം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സഹനം, നമ്മൾ സ്വീകരിക്കുന്ന സഹനം വഴി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് വെക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മളെല്ലാം ഈശോയുടെ ശരീരത്തിലെ അംഗങ്ങളാണ്, അല്ലെ? നമ്മളെല്ലാം ഒരു ശരീരമാണ്. ഒരു ശരീരമാണ് നമ്മളെല്ലാവരും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം,
നമ്മൾ ഒരു ആക്സിഡന്റ് പറ്റി നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം, നമ്മുടെ മുഖത്തൊരു ഇത്രയും ഭാഗത്തൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് നമുക്ക് ഈ സ്കിന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മളെല്ലാവരും ഒരു ശരീരമായിരിക്കുമ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങൾക്കും അത് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിന് സഹായിക്കും. അപ്പം ഈ സഹനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ദൈവം എന്നെ മാനിക്കുന്നില്ലല്ലോ, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ഒരിക്കലും നമ്മൾ കരുതരുത്. കാരണം അത് ഒരു ഇൻവിറ്റേഷൻ ആണ്. ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാനായിട്ടുള്ള ഇൻവിറ്റേഷൻ. അത് നമ്മളെ ഈശോയായിട്ടുള്ള ബന്ധത്തിൽ വളർത്തും, നമ്മളെ രക്ഷയിലേക്ക് നയിക്കും, ഒരുപാട് പേരുടെ മാനസാന്തരത്തിലേക്കൊക്കെ അത് ഇടയാക്കും. നമുക്കറിയാം, നമ്മൾ ദൈവത്തെ ശിഷ്യന്മാർ ഈശോയോട് പറയുകയാണ്, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പഠിപ്പിക്കാവോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈശോ പറയുന്നതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ അപ്പനാണ് ദൈവം. അങ്ങനെ ഒരു ബന്ധത്തിലേക്കാണ് ഈശോ നമ്മളെ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ ഒരിക്കലും യജമാനനും അടിമയുമായിട്ടുള്ള ബന്ധമല്ല ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് നമ്മളും ദൈവവും തമ്മിലുള്ളത്. ഈ എപ്പോഴും നമ്മുടെ ജീവിതത്തില് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള സംശയം, ദൈവത്തെക്കുറിച്ചുള്ള സംശയം വരുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ദൈവം എൻ്റെ പിതാവാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മാരകമായിട്ടുള്ള ഒരു പാപം ചെയ്തു എന്ന് സങ്കല്പിക്കുക, മാരകമായിട്ടുള്ള പാപം. അപ്പം ചില സമയത്ത് സാത്താൻ പറയും, എടാ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, നീ ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു. ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ദൈവം എൻ്റെ അപ്പനല്ലേ, ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നില്ലേ, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവം എന്നെ വാരി പുണരത്തില്ലേ? അപ്പം ശരിക്കും നമുക്ക് തിരിച്ചു വരാനും വീണ്ടും എഴുന്നേൽക്കുവാനും ഉള്ള ഒരു കൃപ കിട്ടും. നമ്മൾ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ നടത്തുന്ന പ്രാർത്ഥനകൾക്കൊന്നും ദൈവം ഉത്തരം നൽകുന്നില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തിലുള്ള വിശ്വാസം മാറ്റിവെച്ചു. ദൈവം ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിന്റെ മുന്നിൽ ഓരോരോ യാചനകൾ നടത്തുവാണ്. ദൈവത്തിന് ഉറപ്പായിട്ടും ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തില് നമുക്ക് ഈ സാധനം തന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ? ഉറപ്പായിട്ടും ദൈവത്തിന് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പറയുകയാണ്, അപ്പ എനിക്കൊരു കാറ് മേടിച്ചു തരാം, എനിക്ക് അത്യാവശ്യം അപ്പൻ്റെ കൂടെ നടന്നിട്ട് നല്ലപോലെ വണ്ടിയൊക്കെ എനിക്ക് ഓടിക്കാൻ അറിയാം, എനിക്കൊരു കാറ് മേടിച്ചു തരാമോ? അത്യാവശ്യം ഇങ്ങനെ ചിന്തിക്കുന്ന അപ്പന്മാർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും, ഇവൻ കാറ് മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഇവൻ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാനായിട്ടൊക്കെ ഉള്ള സാധ്യത ഉണ്ടെന്ന് അപ്പന് മനസ്സിലാവും. അപ്പൊ അപ്പ മേടിച്ചു കൊടുക്കത്തില്ല. അപ്പം നമ്മുടെ ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തില് ദൈവത്തിന് അറിയാം, ഇത് ഇവന്റെ രക്ഷയിലേക്ക് നയിക്കുന്ന കാര്യമാണോ, ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാല് ഇവൻ എന്നോടുള്ള സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് വരുമോ, അങ്ങനെ ഇവൻ എന്നിൽ നിന്ന് മാറി ജീവനിൽ നിന്ന് അകറ്റപ്പെടുവോ എന്ന് ദൈവത്തിന് അറിയാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കുകയാണ്. നല്ല അപ്പന് നമുക്കറിയാം, ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അങ്ങനെ ഒരു നല്ലവനായിട്ടുള്ള അപ്പന്റെ മക്കളാണ് നമ്മള്. നമ്മുടെ യഥാർത്ഥ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന പിതാവായ ദൈവം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം എൻ്റെ പിതാവാണ്. ഇത് ശരിക്കും പരിശുദ്ധാത്മാവ് തരേണ്ട ഒരു ബോധ്യമാണ് കേട്ടോ. ആബാ പിതാവേ എന്ന് വിളിക്കാൻ പ്രാപ്തരാക്കുന്നപ്പോൾ എൻ്റെ പുത്രന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ട ഒരു ബോധ്യമാണിത്. ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ അപ്പനാണ്. ഏതെങ്കിലും നമുക്കറിയാം, നമ്മൾ ഈ അപ്പന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേനും ഉറപ്പായിട്ട് നമ്മുടെ അപ്പന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? നമ്മുടെ അപ്പന്മാർക്കൊക്കെ കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത ഒരപ്പനും ഇല്ല, എല്ലാ അപ്പന്മാർക്കും കുറവുണ്ട്. അപ്പം ദൈവത്തിന് പക്ഷെ ഒരിക്കലും കുറവില്ല. ദൈവം എൻ്റെ അപ്പനാണ്, ദൈവം എൻ്റെ പിതാവാണെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരിക്കലും ഒരു ഹ്യൂമൻ ലെവലിൽ നിന്നല്ല ചിന്തിക്കേണ്ട. ഏറ്റവും പെർഫെക്റ്റ്, ഏറ്റവും കൂടുതൽ സ്നേഹത്തിന്റെ പൂർണ്ണതയുള്ള പിതാവ്, നന്മ മാത്രമായിട്ടുള്ള പിതാവ്, അങ്ങനെ വേണം ശരിക്കും നമ്മള് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പം അപ്പന്മാരിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന
മക്കൾക്ക് ഉറപ്പായിട്ടും ദൈവം പിതാവാണെന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള പിതാവിൽ നിന്നാണ്. അവർക്കെല്ലാം കുറവുകളുണ്ട്, ദൈവത്തിന് കുറവില്ല. കുറവില്ലാത്തവനാണ് നമ്മുടെ ദൈവം. അപ്പം നമ്മുടെ ജീവിതത്തില് ദൈവം എന്റെ അപ്പനാണ്, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ശരിക്കും വന്നു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. ഭയങ്കര ധൈര്യം. നമുക്ക് ഭയങ്കര ഞാൻ എങ്ങനെയാ അത് പറഞ്ഞു തരണ്ടേ, ഭയങ്കര സ്നേഹത്തിന്റെ ഒക്കെ അനുഭവമാണ് നമുക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹവും ഈ നല്ലവനായി ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനൊക്കെ ഉള്ള ഒരു ഭയങ്കര കൊതിയൊക്കെ നമുക്ക് തോന്നും. ശരിക്കും എനിക്ക് ഈശോയെ കുറിച്ച് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നാ അറിയത്തില്ല, മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഈ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം കയറി വരാറുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധാത്മാവിന്റെ ഒരുപാട് ഗൈഡൻസ് എനിക്ക് ലഭിക്കുന്നത് തോന്നും. കാരണം ഞാൻ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതൊന്നുമല്ല ശരിക്കും ഞാനിവിടെ ചില സമയത്തൊക്കെ പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് പലപ്പോഴും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങളുടെ ജീവിതം വളരെ സൂപ്പർ ആക്കാം. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രസംഗമുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ പറയുന്നത്, ട്രൂ ജോയ് കംസ് ഫ്രം ഗോഡ് അലോൺ. ദൈവത്തിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥ ആനന്ദം വരുന്നത്, വേറെ ഒന്നിൽ നിന്നും വരത്തില്ല. യഥാർത്ഥ ആനന്ദം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴ് നമ്മുടെ മനസ്സിൽ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. ഒന്നും നമ്മളെ തളർത്തി കളയത്തില്ല. ഇപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവം കൂടെയുള്ള വ്യക്തിയുടെ ലൈഫ് ഒരു പ്രശ്നവും ഇല്ലാത്ത ലൈഫാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ ഒരു ചിന്ത പിശാച് കൊണ്ട് തരുമ്പോഴത്തേനും പരിശുദ്ധ അമ്മേനെ ഓർക്കണം. പരിശുദ്ധ അമ്മേനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അല്ലെ? ദൈവകൃപ നിറഞ്ഞവളാണ്. ഈശോ ജനിക്കുന്നതിന് മുൻപ് തുടങ്ങിയ സഹനമാണ്. ഈശോ മരിച്ചതിന് ശേഷം ഒന്ന് ആലോചിച്ചോ, ഈശോ മരിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ സഹനം തുടരുകയാണ്. ഈശോ മരിച്ചതിന് ശേഷം പടയാളികൾ ഒരുവൻ വന്ന് ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുന്നു, ഹൃദയം പിളർക്കപ്പെടുന്നു. ഏതൊരമ്മയ്ക്കാണ് അത് സഹിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പം നമ്മളിപ്പം ചിന്തിക്കുകയാണ്, ഇവന്റെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും നിരാശയും ഒക്കെയാണ്, ദൈവം ഇവന്റെ കൂടെ ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ മാനുഷികമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കൺക്ലൂഷനിലെത്തും? ഇതുപോലെ ദുരനുഭവമുള്ള ഒരു സ്ത്രീ വേറെ ഇല്ലെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. സ്വന്തം മകനെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞ ഒരമ്മ. നമ്മൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പം ദൈവം കൂടെ ഉള്ളവന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഞാൻ അത് നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളാണ്, ഈശോയുടെ സഹനത്തിൽ നമ്മളെ പങ്കുകാരാക്കുകയാണ്. ഈ സഹനം വഴി നമ്മൾ ഒരുപാട് ബന്ധത്തിലേക്ക് വളരുന്നുണ്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വളരുന്നുണ്ട്. അത് നമ്മളെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ അതിന്റെ ഫുൾഫിൽമെന്റിന് സഹായിക്കുന്ന കാര്യമാണ് സഹനം. അതുകൊണ്ട് സഹനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാം വന്നത് ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ശുശ്രൂഷിക്കാനും. അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളില്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഒരു എംപ്റ്റി ഫീലിംഗ്, ഒരു ശൂന്യത അനുഭവപ്പെടുമ്പോൾ ആരും വിഷമിക്കരുത്. അത് ഒരു കുഴപ്പമല്ല. അത് ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയാനായിട്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കരുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു ശൂന്യത. അപ്പം നമ്മൾ അതില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, നമ്മൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് ആരെങ്കിലും പോകുമോ? ദൈവത്തെ തേടാനായിട്ട് ഒരു ദാഹം ഇല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ ദൈവത്തെ തേടുവോ? ഇല്ല. കാരണം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവത്തെ തേടാനും ദൈവത്തെ അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു ദാഹം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ദൈവത്തെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുന്ന നമ്മുടെ ഹൃദയത്തെ ദൈവത്തെ കൊണ്ട് തന്നെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. അല്ലാതെ നമ്മൾ വേറെ എന്തിന്റെ പുറകെ പോയാലും അതൊക്കെ നമുക്കൊരു
ടെമ്പററി ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ ഒരു നിലനിൽക്കുന്ന സമാധാനമോ സന്തോഷമോ ഒന്നും നമുക്ക് നൽകത്തില്ല. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിലേക്ക് നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും നമ്മുടെ എല്ലാ ചിന്തയിലും ഈ ഒരു കാര്യം ഉണ്ടാകണം: ഞാൻ ഈ ലോകത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല. ഈശോ തന്നെ പറയുന്നുണ്ട്, ഇവര് ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഇവര് ലോകത്തിൻ്റെതല്ല. ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഇവര് ലോകത്തിൻ്റെതല്ല. നമ്മളെല്ലാവരും നിത്യതയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ഇറ്റേണിറ്റിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പം നമ്മൾ നമ്മുടെ ആ ലൈഫിന്റെ ആ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു മീനിങ്ങും സാറ്റിസ്ഫാക്ഷനും ഒരു പൂർണ്ണതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടത്തുള്ളൂ. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഡോൺ ബോസ്കോ ഒരിക്കല് ഡൊമിനിക് സാവിയോടും കൂട്ടുകാരോടും ഒക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി 1 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ ജീവിക്കാനായിട്ട്, നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങൾക്ക് ഇനി 1 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്നാ ചെയ്യും? അപ്പം പല പിള്ളേരും പല ഉത്തരവൊക്കെ പറഞ്ഞു. ചിലർ പറഞ്ഞു, ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറെ നേരം ഈശോയോട് ഇരുന്ന് പ്രാർത്ഥിക്കും. അവസാനം ഡൊമിനിക് സാവിയോട് ചോദിച്ചു, ഡൊമിനിക്ക് നീ എന്നാ ചെയ്യും? അപ്പം ഡൊമിനിക്ക് പറഞ്ഞു, ഞാനിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഞാൻ കളിക്കും. ഞാനിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കളിക്കും എന്ന് പറഞ്ഞാൽ ഐ ആം റെഡി. എന്റെ ആത്മാവ് പ്രസാദപര അവസ്ഥയിലാണ്. ഈശോയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എനിക്കിനി പെട്ടെന്ന് വേറൊരു കാര്യം ഇനി ചെയ്യാനൊന്നുമില്ല. ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ ലൈഫിലും നമ്മൾ ദൈവത്തെ തേടുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളില് ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തോടുകൂടി ഒക്കെ ഉള്ള ഒരു ജീവിതം നമ്മൾ എപ്പോഴും ആഗ്രഹിച്ച് കാത്തു സൂക്ഷിക്കും. അതിനു വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കും. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും കരുതിയിരിക്കുവിൻ, അല്ലെ? കരുതിയിരിക്കുവിൻ. 10 കന്യകമാരുടെയൊക്കെ ഉപമയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. നമുക്കറിയത്തില്ല ഏത് നിമിഷത്തിലാണ് കർത്താവിന്റെ വരവെന്നോ അല്ലെങ്കിൽ നമ്മൾ ഏത് നിമിഷം മരിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഈ ഭൂമിയിലെ ജീവിതം ഒന്നിന്റെ അവസാനം നമ്മളെ കാത്ത് ഈശോ പറയുന്നു, വചനത്തിനകത്ത് പറയുന്നുണ്ട്, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ കേവലം നിസ്സാരമാണ്, വെറും നിസ്സാരം. കാരണം നമുക്ക് ആ നിത്യജീവൻ, പരിശുദ്ധ ത്രിത്വത്തോടു കൂടെയുള്ള ആ ഒരു ജീവിതം, അതിന്റെ സന്തോഷമൊന്നും നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ഹ്യൂമൻ ലാംഗ്വേജിലൊന്നും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ഈശോ നമുക്കത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം 10 മിനിറ്റ് കൂടെ ഇല്ലേ? നമ്മള് ഈശോയുടെ നിത്യജീവനാണ് കേട്ടോ നമുക്ക് ഇതിനുള്ള ഗ്യാരണ്ടി. ഈശോയുടെ ഉയർപ്പാണ് നമുക്ക് ഇതിനുള്ള ഒരു ഗ്യാരണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ പറഞ്ഞത് ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ വിശ്വസിക്കാറുണ്ട്, പറയുന്നത് ചെയ്യുന്ന ആൾക്കാരെ. ഈശോ പറഞ്ഞു, ഞാൻ മരിച്ചതിന് ശേഷം 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തും. ഈശോ ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു. ഈശോ തന്നെയാണ് പറയുന്നത്, നാളെ നിന്നെ ഞാൻ ഉയർപ്പിക്കും, നിനക്ക് എന്നോടുകൂടി ഒരു ജീവിതമുണ്ട്. അങ്ങനെയെങ്കിൽ ആ നല്ല തമ്പുരാനെ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വിശ്വസിക്കാൻ കഴിയത്തില്ലേ? നമ്മുടെ ഉയർത്തെഴുന്നേറ്റ ഈശോ ആണ് നമ്മുടെ ജീവിതവും. ഈ മരണത്തിന് ശേഷം, മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, ഈ ജീവിതത്തിന് ശേഷം എനിക്കും ഒരു ജീവിതമുണ്ട് എന്ന് എപ്പോഴും നമുക്ക് ധൈര്യം നൽകുന്ന കാര്യം ഉയർത്തെഴുന്നേറ്റ ഈശോ, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ. നമ്മൾ ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈശോയുടെ ജനനവും ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ഒക്കെ നമ്മളിപ്പം ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേനും ആദ്യ നൂറ്റാണ്ടിലൊക്കെ ഉള്ള ചരിത്രകാരന്മാര് വരെ ഈശോയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈശോ ചരിത്രത്തിൽ ജീവിച്ച വ്യക്തിയാണ്, ഈശോ മരിച്ച വ്യക്തിയാണ്, ഈശോ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. അപ്പം ഈ ഉയർത്തെഴുന്നേറ്റ് ഈശോയിൽ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് പ്രത്യാശ അർപ്പിക്കാം. ഈശോ പറയുന്നത് ചെയ്യും. ഈശോ ഉയർത്തെഴുന്നേറ്റു. ഈശോ പറയുകയാണ്, നിന്നെ ഞാൻ ഉയർപ്പിക്കും. ഈശോ നമ്മളെ ഉയർപ്പിക്കും, ഒരു സംശയം വേണ്ട.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 12 അപ്പസ്തോലന്മാര് 12 അപ്പസ്തോലന്മാര് ഇവരുടെ ഒരു ആദ്യകാലത്തെ ഒരു ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും ഇവരൊക്കെ സ്വാർത്ഥതയും കുറവുകളും ഒക്കെ ഉള്ള വ്യക്തികളായിരുന്നു. പക്ഷെ മരിച്ചതിന് ശേഷം ഈശോ ഇവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഇവരെ ശക്തിപ്പെട്ടതിന് ശേഷം ഒരു മനുഷ്യൻ പോലും ഈശോയുടെ ഉയർപ്പിനെ തള്ളി പറഞ്ഞിട്ടില്ല. മരണത്തിന്റെ മുൻപിലും ഒക്കെ ഈശോയുടെ ഉയർപ്പിനെ ഇവരെ ഏറ്റുപറയുന്നുണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാരണം നമ്മൾ കെട്ടുകഥകളിലൊന്നും അല്ല വിശ്വസിക്കുന്നത്, ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. നമ്മുടെ കർത്താവ് സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു. അവനോടുകൂടെ മരിച്ചെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.